സന്തോഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും ഇനി നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സഞ്ജന. നീ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാ. ജീവിതത്തെക്കുറിച്ചൊന്നും നീ തീരുമാനിക്കാനായിട്ടില്ല. ഭാവി ജീവിതത്തിലേക്കുള്ള കരുക്കൾ നീക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കായിട്ടില്ല. നിന്റെ ജീവിതത്തെ നല്ല വഴിക്ക് നയിക്കാനും സെറ്റിൽ ചെയ്യാനുമാണ് ഞാൻ ഇവിടെ ഉള്ളത്. സന്തോഷിന് എന്താ കുറവ്? അവൻ സമ്പത്തുള്ളവനാ. 10 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള ആസ്തിയുണ്ട് അവന്. അതുകൊണ്ടല്ലേ നീ ജോലിക്ക് പോകുന്നതിൽ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞത്? അതുകൊണ്ടൊക്കെ അവൻ ചീത്തയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഒക്കെ ഇനിയും ധാരാളം കാരണങ്ങളുണ്ടാവുമോ? അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒത്തിരി കാരണങ്ങൾ കണ്ടെത്താനാകും. പക്ഷെ ആ ബന്ധം വേണ്ടെന്ന് വെക്കാനുള്ള അത്ര കാരണം ഞാനൊന്നും കാണുന്നില്ല. മാത്രമല്ല, നിന്റെ സന്തോഷിന്റെയും കല്യാണം തീരുമാനിച്ചെന്നും നീ രാജേശ്വരിയുടെ മരുമകളായി ചെല്ലുമെന്നും എന്റെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. എന്നിട്ടിപ്പോ ഈ കല്യാണം നടന്നില്ലെങ്കിൽ എനിക്കത് എത്ര വലിയ നാണക്കേടാ. അങ്ങനൊരു അപമാനം ഉണ്ടായാ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന നീ കരുതണ്ട. ഈ മമ്മിയുടെ ശവം നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് സന്തോഷിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞേക്ക്. അമ്മ മരിച്ചാലേ നിനക്ക് സൂഹിക്കണമെന്നാണെങ്കിൽ ഈ കല്യാണം ഇവിടം കൊണ്ട് നിർത്തിക്കൊള്ളാൻ അരുണിമീച്ചോട് ചെന്ന് പറ. എന്തായാലും ഒന്നും കാണാൻ ഞാനുണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും പറയരുത് മോം, പ്ലീസ്. ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിലും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണമെങ്കിലും ആദ്യം നീ നിന്റെ തീരുമാനം മാറ്റ്. നീ സന്തോഷിനെ കല്യാണം കഴിച്ചേ പറ്റൂ. പറഞ്ഞത് മനസ്സിലായല്ലോ? ഞാൻ അവിടെ വെച്ച് സത്യം പറഞ്ഞിരുന്നെങ്കിൽ മോം ആത്മഹത്യ ചെയ്യുന്നായിരുന്നു എന്റെ പേടി. അങ്ങനെ വല്ലതും ഉണ്ടായാ ഈ വീട്ടിലുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് പേടിയായി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. മേഘനേട്ടത്തി എന്നോട് ക്ഷമിക്കണം. വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഇറങ്ങിയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ മേഘനേട്ടത്തിക്കാണ് പേരുദോഷം ഉണ്ടായത്. അത് വിട്. എന്താ സഞ്ജന ഇത്? നീ കരയാതിരുന്നേ. നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വാക്ക് മാറ്റിയപ്പോ തന്നെ എനിക്കത് മനസ്സിലായത് മോളെ. ഏതോ ഒരു ശക്തി നിന്നെ നിയന്ത്രിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് സത്യം പറയാത്തതെന്നും. ഇനി ഈ കാര്യം ഇതോടുകൂടി വിട്ടേക്കേട്ടത്തിയമ്മ. എന്റെ തലവിധി ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചോളാം. ഒരു പക്ഷെ എനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷാവാം. എങ്കിൽ പിന്നെ അത് അതുപോലെ നടക്കട്ടെ. മനസ്സിലെ മോഹങ്ങളെ മണ്ണിട്ട് മൂടിക്കൊണ്ട് എല്ലാം സഹിച്ചോളാന്ന് പറഞ്ഞ കണ്ടു നിൽക്കാൻ എനിക്കാവോ സഞ്ജന? നിന്നെ സ്നേഹിക്കാനായി ഇത്രയും പേര് ചുറ്റിലുള്ളപ്പോ നിന്റെ ജീവിതം ഇങ്ങനെ നശിക്കുന്നത് കണ്ടു നിൽക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം മോളെ? നീ എനിക്കെന്റെ സ്വന്തം അനിയത്തെ പോലെയാ. നീ എന്നെ സ്നേഹിച്ചാലും വെറുത്താലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു കടമയുണ്ട് മോളെ. എല്ലാം അറിഞ്ഞു വെച്ച് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്റെ ജീവിതം ശരിയായ വഴിയിലൂടെയാണെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഞാനിനി ഉറങ്ങില്ല. ഇത് മേഘനയുടെ വാക്കാ. താങ്ക് യു സോ മച്ച് ഏട്ടത്തിയമ്മ. ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് നിന്നെ കാണുമ്പോൾ അഭിമാനം തോന്നും മോളെ. വീട്ടിലുള്ളവർക്ക് നീ ഇന്നൊരധികപ്പറ്റ. നീ തെറ്റുകാരിയാണെന്ന് മിഥുൻ പോലും ഒന്ന് നിന്നെ തള്ളി പറഞ്ഞു. എന്നിട്ടും അതെല്ലാം മറന്ന് സഞ്ജനയുടെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയല്ലേ നീ ഇറങ്ങി പുറപ്പെടുന്നത്? എത്ര നല്ല മനസ്സാ മോളെ നിന്റേത്. പക്ഷെ ആ മനസ്സ് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പക്ഷേ എന്നെങ്കിലും ഒരു നാൾ എല്ലാവരും നിന്നെ മനസ്സിലാക്കും മോളെ. നമസ്കാരമുണ്ട്. നമസ്കാരം തിരുമേനി, ഇരിക്കെ. ആ മിഥുൻ മോനെ, സുഖാണോ? സുഖായിരിക്കുന്നു. എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ? വേറെ എന്തുണ്ടാവാനാ, എല്ലാ കൊല്ലവും നിങ്ങളുടെ തറവാട്ട് വീട്ടിലെ കുടുംബക്ഷേത്രത്തില് സരസ്വതി പൂജ നടത്തുക പതിവാണല്ലോ.
ഈ കൊല്ലവും അതുപോലെ പരമ്പരാഗതമായിട്ട് ലഭിച്ചു വരുന്ന വജ്രഖഡ്ഗത്തിന്റെ ആയുധപൂജ നടത്തണമെന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതിന് ഞങ്ങളത് മറന്നിട്ട് വേണ്ടേ? എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും സരസ്വതി പൂജ നമുക്ക് അവിടെ വെച്ച് നടത്താം. വളരെ സന്തോഷായി. പല കാലങ്ങളായി നിങ്ങൾ സിറ്റിയിലാണെങ്കിലും എല്ലാ കൊല്ലവും തറവാട്ട് വീട്ടിലെത്തി ഈ പൂജ നടത്താറുണ്ട്. അതാണ് ഞങ്ങളുടെ എല്ലാ സന്തോഷം. ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വന്നേ. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇറങ്ങുക. ആയിക്കോട്ടെ തിരുമേനി. അപ്പോ നമ്മളെല്ലാരും കൂടി ഇക്കൊല്ലം നമ്മുടെ നാട്ടിലേക്ക് പോവാല്ലേ? ഞാനത് കേട്ടപ്പോ തൊട്ട് എക്സൈറ്റഡാ. നാട് കണ്ട കാലം മറന്നു. ചേച്ചി, ഇത്രയും കാലം നമ്മള് നമ്മുടെ ഫാമിലി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇനിയിപ്പോ രാജേശ്വരിയുടെ കുടുംബവും നമ്മുടെ കുടുംബവും ഒന്നാകാൻ പോവല്ലേ. അവരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നല്ലേ നല്ലത്. നമുക്ക് അവരെയും കൊണ്ടുപോകാൻ പ്രിയമതെ. അവർക്ക് സൗകര്യം ഉണ്ടാവുമെന്നൊന്ന് വിളിച്ചു ചോദിച്ചേക്ക് നീ. ചേച്ചി, എല്ലാ ഒരുക്കങ്ങളും കൊള്ളാം. പുത്തൻ ഉടുപ്പിൽ വീണ ചായക്കറ പോലെ ഒരു കാര്യം മാത്രം മുഴച്ചു നിൽക്കുന്നല്ലോ. അതെന്താ പ്രിയമതെ? ശുഭകാര്യത്തിന് പോകുമ്പോ പുറകെ ഒരു ശവമഞ്ചം കൂടി കൊണ്ടുപോകുന്നത് എന്തിനാന്ന് പറയും പോലെ നമ്മുടെ കുടുംബത്തിന്റെ തറവാട്ട് വീട്ടിൽ നടക്കുന്ന ഉത്സവത്തിൽ ഈ കുടുംബവുമായി ബന്ധമില്ലാത്തവരെ വരാതിരുന്ന ഒരല്പം സമാധാനമെങ്കിലും കിട്ടും. പ്രിയമതേ, നീ ഇപ്പൊ ആരെയാണ് ഉദ്ദേശിച്ചത്? വേറെ ആരെയായിരിക്കും ജയേട്ടാ? ആ മേഘനെ കുറിച്ച് തന്നെ. അവള് വരാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. ചെറിയമ്മയുടെ അഭിപ്രായത്തിന് പിന്നിലെ ഉദ്ദേശമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്ക് എനിക്കും വരണമെന്നുണ്ട്. എന്ത്? ഈ കുടുംബത്തിലെ അംഗോ? ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്നവള് ഏത് വകുപ്പിലാ ഇങ്ങനെ അവകാശവാദം പറയുന്നേ? ഞാനൊരു 100 തവണയെങ്കിലും നിന്നോട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. കോടതി വിധി പറയുന്നത് വരെ ഞാൻ ഈ വീട്ടിലെ അംഗം തന്നെയാ, ഈ വീട്ടിലെ മരുമകള്. മിഥുനേട്ടന്റെ ഭാര്യ. ഇത് പറഞ്ഞ് ഞാനും മടുത്തു കേട്ടോ. ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണാവോ പ്രശ്നം? ചൊറിയണം പറിച്ച് പുറംചൊറിഞ്ഞ പുറത്തെ ചൊറി ഉണങ്ങില്ല. ചൊറിഞ്ഞ് അവസാനം ദേഹം മുഴുവനും ചൊറിയും ചെരങ്ങും ആവുന്നേ ഉള്ളൂ. സഞ്ജനയുടെ കല്യാണ കാര്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ നീ ഉണ്ടാക്കിയത്? ഇനി അവിടോട്ടും കൂടി കൊണ്ടുചെന്ന ഈ ഉത്സവം പോലും മുടക്കില്ലെന്ന് ആരറിഞ്ഞു? രാജേശ്വരിയും കുടുംബവും വരുമ്പോ അവരുടെ മുമ്പിൽ വെച്ച് ഒരു വാക്ക് പുറത്തേക്ക് വീണ സഞ്ജനയുടെ സന്തോഷിന്റെയും കല്യാണം അവിടം കൊണ്ട് തീരും. പിന്നെ വിവേകിനും രാജേശ്വരിയുടെ മോളെ കെട്ടാനുള്ള അവസരം ഉണ്ടായിന്ന് വരില്ല. കുടിക്കാൻ എടുത്തു വെച്ച പാലിൽ ഉപ്പുകല്ല് വാരിയിടുന്നവളെ എന്ത് വിശ്വാസത്തിൽ അങ്ങോട്ട് കൊണ്ടുപോവാ? എന്താ ഇത് ചെറുമേ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ആരുടെയും കല്യാണം മുടക്കുവാനോ ആരുടെയും ജീവിതം തകർക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല.
സത്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് വിശ്വസിക്കാൻ ഇവിടെ ആരുമില്ല. ഇതൊക്കെ തന്നെയാ കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാ നിന്നെ ഞാൻ വിലക്കിയത്. അവിടെ വന്നും സത്യം പറയാനും അത് തെളിയിക്കാനുള്ള തെളിവുകൾ കണ്ടെത്താനും വേണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ നീ ഒപ്പിക്കും. പിന്നെ രാജേശ്വരിയുടെ മുഖത്ത് പോലും ഈ ജന്മം ഞങ്ങൾക്കാർക്ക് നോക്കാൻ പറ്റില്ല. ചെറിയമ്മേ, അവിടെ വെച്ച് ഈ കല്യാണത്തിന്റെ സംസാരങ്ങൾ വേണ്ടെന്ന് മേഘനയോടൊന്ന് പറഞ്ഞാ പോരെ? മേഘന കേട്ടല്ലോ, സഞ്ജനയുടെ കല്യാണക്കാര്യത്തിൽ നീ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എവിടെ അവസാനിക്കണം. അവിടെ വന്ന് ഇതിനെക്കുറിച്ചുള്ള സംസാരവും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ട. അതൊക്കെ എന്തിനാണ് മിഥുൻ? മുള്ളാണ് കുത്തി കയറുന്ന അറിഞ്ഞുകൊണ്ട് അതെടുത്ത് കക്ഷത്തി വെച്ചോണ്ട് പോണോ? ഇവളും അതുപോലെ തന്നെ മിഥുൻ. മേഘന അവിടെ വന്ന ശേഷം എന്തെങ്കിലും അവളുടെ വായത് പുറത്തു വന്നാ വേണ്ടാത്ത പ്രശ്നങ്ങളെ അതും ഉണ്ടാക്കൂ. ഉത്സവം ആഘോഷിക്കാൻ പോയിട്ട് ഒടുവിൽ സമാധാനം നഷ്ടപ്പെട്ട് തിരിച്ചു വരേണ്ടി വരും. എന്നാലും അവളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ വല്യമ്മേ? മാറ്റി നിർത്തണോ കൂട്ടിച്ചേർക്കണോ എന്നൊക്കെ എനിക്കറിയാമേട്ടാ. മേഘനയ്ക്ക് നമ്മൾ കൊടുത്ത വില അവളെ രക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വിലപേശേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ മേഘന നമ്മൾ പറയുന്നത് അനുസരിക്കുന്നവളോ അതിനൊത്ത് പ്രവർത്തിക്കുന്നവളോ അല്ലല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ കൊണ്ടുപോയാ വേണ്ടാത്ത പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് അവസാനിക്കും. മേഘന ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് വരണ്ട. അരുണിമ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ ജയദേവ. അടങ്ങി ഒതുങ്ങി സ്വന്തം കാര്യം നോക്കിയിരിക്കുന്നവളാണെങ്കിൽ കുഴപ്പമില്ല. സംസാരത്തിനിടയിൽ മേഘന എന്തെങ്കിലും പറഞ്ഞ് അത് അവിടെയുള്ള ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടാക്കിയ അത് മതിയാകും. പിന്നെ സഞ്ജന ഒരു പ്രശ്നത്തിന് സന്ദർഭം ഉണ്ടാക്കുന്നേ. അതേതായാലും വേണ്ട ജയദേവ. അരുണിമ പറഞ്ഞതുപോലെ മേഘന വരാതിരിക്കുന്നതാവും നല്ലത്.
അച്ഛനോട് ക്ഷമിക്കണം മോളെ. മിഥുനോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നീ വരാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം മോളെ. മിഥുനെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നീ അതിന് പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു. എന്ത് ചെയ്യാനാ, ഇവിടെ എന്റെ വാക്കിനൊരു വിലയില്ലല്ലോ. ഐ എം സോറി മേഘന. അച്ഛനതൊന്നും കാര്യാക്കണ്ട. അച്ഛൻ സഹായിച്ചില്ലെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമില്ലേ. എല്ലാ ദൈവം തീരുമാനിച്ചതുപോലെ നടക്കട്ടെ. തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ സരസ്വതി പൂജ നടത്താറുള്ളതല്ലേ? എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വിജയദശമി അവിടെ തന്നെ ആഘോഷിക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മളെല്ലാരും കൂടി നാട്ടിലേക്ക് പോവാൻ പോവാണല്ലേ? മേഘന വരരുതെന്നാണ് എന്റെ അഭിപ്രായം. ചെറിയമ്മയുടെ അഭിപ്രായത്തിന് പിന്നിലെ ഉദ്ദേശമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്ക് എനിക്കും വരണമെന്നുണ്ട്. ഒരു കാരണവശാലും മേഘന അങ്ങോട്ടേക്ക് വരണ്ട. എന്താ മേഘനെ, കയ്യിലൊരു സൂചി കുത്തിക്കേറിയപ്പോ ഇങ്ങനെ നിലവിളിക്കുന്നെങ്കിൽ ഹൃദയത്തിലുണ്ടായ മുറിവിന് ഉള്ളിന്റെ ഉള്ളിൽ നീറി പുകയുന്നുണ്ടാവും അല്ലേ? വീട്ടിലെല്ലാവരും നിന്നെ ഒരു അന്യ സ്ത്രീയായി കണ്ട് വകയ്ക്ക് കൊള്ളാത്തൊരു പുരാവസ്ഥ പോലെ വലിച്ചെറിയുമ്പോ പുറത്ത് നീ കരയുന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നീ നൊന്ത് നേറി നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ തോന്നുന്നു മേഘനെ. ഈ വിധി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓരോ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതാര് കഴിക്കണമെന്ന്. നമുക്ക് കിട്ടാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടൂ. ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മിഥുൻ നിനക്ക് വിധിക്കപ്പെട്ടവനല്ല, അവൻ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവനാണെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മിഥുനും ഒന്നായി തീരും. എനിക്കും നിന്നോടൊരു കാര്യം പറയാൻ തോന്നുന്നുണ്ട് മഞ്ജരി. ആകാശത്ത് നിന്ന് വീഴുന്ന ഓരോ മഴത്തുള്ളിയും എന്റെ സ്വന്തമാണെന്ന് ഓരോ പാറക്കെട്ടും വിശ്വസിക്കൂ. പക്ഷെ ആ പാറയുടെ മേൽ വീണ മഴത്തുള്ളി അവിടുന്ന് ചിന്നിച്ചിതറി ഓടകളിലൂടെ ഒഴുകി ഒഴുകി നദിയിലേക്ക് ചെന്നു ചേരും. ആ നദി ഒഴുകി ഒടുവിൽ കടലിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. അതുപോലെ മിഥുനേട്ടൻ എന്റെ സ്വന്തമാണെന്നുള്ള നിന്റെ വിശ്വാസം ഒത്തിരി കാലമൊന്നും നിലനിൽക്കില്ല. ഏത് ക്ഷണം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അല്ല മേഘനെ, ഞാൻ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. മിഥുന വേണ്ടെന്ന് വെച്ചവളല്ല നീ. അവനിനി എന്റെ സ്വന്തമായാൽ നിനക്കെന്ത്, സ്വന്തമായില്ലെങ്കിലും നിനക്കെന്ത്? എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ മിഥുനേട്ടനും ഞാനും തമ്മിൽ അകൽച്ച ഉണ്ടായിട്ടുണ്ടാവും. ഒരു പക്ഷെ ശാശ്വതമായി വേർപിരിയുകയും ചെയ്യും. എന്നാലും നിന്നെപ്പോലൊരു സ്വാർത്ഥയായ സ്ത്രീക്ക് മിഥുനേട്ടനെ ഒരിക്കലും ഞാൻ വിട്ടുതരില്ല. മേഘനെ, സൂചിയും നൂലും വെച്ചുകൊണ്ട് കീറത്തുണി തയ്ക്കുകയാണെന്ന് കരുതിയത്. നീ പകൽക്കിനാവും കാണുന്നുണ്ടായിരുന്നല്ലേ?